ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. 7 മത്സരങ്ങൾ കളിച്ചിട്ട് 6 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കേവലം 1 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പോയിന്റ് പട്ടികയിൽ 13ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലകൊള്ളുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ നേരത്തെ തന്നെ മഞ്ഞപ്പട തങ്ങളുടെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഇനി സ്റ്റേഡിയത്തിനകത്ത് യാതൊരുവിധ ആക്ടിവിറ്റികളും നടത്തില്ല, മഞ്ഞപ്പട വഴി ടിക്കറ്റ് വിൽപ്പനകൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു ഈ ആരാധക കൂട്ടായ്മ അറിയിച്ചിരുന്നത്. അതിൻ്റെ അതേ പാത പിൻപറ്റിയിരിക്കുകയാണ് 2 ഫാൻ ഗ്രൂപ്പുകൾ. അതായത് ബ്ലാസ്റ്റേഴ്സ് ആർമി അവരിപ്പോൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആർമി പറഞ്ഞിട്ടുള്ളത്. മഞ്ഞപ്പടയെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആർമിയും തങ്ങളുടെ ഒരു ബഹിഷ്കരണം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കോർണർ എന്ന ഒരു ഫാൻ ഗ്രൂപ്പ് കൂടിയുണ്ട്. അവരും ഇപ്പോൾ തങ്ങളുടെ ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബഹിഷ്കരണം അത് ക്ലബിനെതിരെയല്ല, മറിച്ച് ക്ലബിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് കോർണർ തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുകയാണ്. 3 ആരാധക കൂട്ടായ്മകൾ ഇപ്പോൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനർത്ഥം ഓരോ മത്സരം കൂടുന്തോറും കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹോം മത്സരങ്ങൾക്കൊന്നും ഒരുപാട് ആരാധകരെ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. വളരെ കുറഞ്ഞ ആരാധകരുടെ ഒരു സപ്പോർട്ട് മാത്രമായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുക. ഏതായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ അത് വൈരികളായ ബംഗളൂരു FC ആണ്. ഏപ്രിൽ 11-ാം തീയതി ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 ഈ മത്സരം നടക്കുക. അത് ബംഗളൂരു FCയുടെ മൈതാനമായ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് നേരിടുക. ആ മത്സരമാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.